Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay, ഇപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. Then നമ്മൾ അതിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. Then 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകൾ ഏതൊക്കെയാണ്, then ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ വരെയല്ലേ നമ്മൾ വായിച്ചത്? ആണോ? അവിടെ വരെയല്ലേ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് വൺ നിർത്തിയത്? ഓക്കെ, then വായിച്ചു നോക്കിയോ അത്രയും ഭാഗം? ക്ലിയർ ആണല്ലോ? Then next one location. നമുക്കത് കുറച്ച് എടുത്തതിന് ശേഷം ഒന്ന് വായിപ്പിക്കാം. ലൊക്കേഷൻ നോക്കാം കേട്ടോ. Housekeeping attends all areas and departments of the hospital. ഹൗസ്കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഈ ഒരു ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് അല്ലെ. സേവനങ്ങൾ എല്ലാ മേഖലയിലും ഉൾപ്പെടുന്നതാണ് ഹൗസ് കീപ്പിംഗ്. അല്ലാതെ ഒരു ഏരിയയിൽ മാത്രമല്ല ക്ലീനിങ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒപിയിലാണെങ്കിലും മറ്റു റൂംസുകളിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ ബോട്ട് അങ്ങനെ എല്ലാ ഏരിയകളിലും എന്താണ് ഹൗസ് കീപ്പിംഗ് സേവനം ലഭ്യമാണ്. Though may be situated in a non-prime area. അതിനാൽ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നോൺ പ്രൈം ഏരിയയിലായിരിക്കും. ഈ ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ എൻട്രൻസിലൊന്നും ആയിരിക്കില്ല. ഒരു നോൺ പ്രൈം അത്ര പ്രത്യക്ഷത്തിലല്ലാത്ത ആളുകൾക്കൊന്നും പെട്ടെന്ന് കാണാൻ പറ്റാതെ, ഇപ്പൊ നമ്മൾ ലോണ്ടറി പഠിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ഒരു സെപ്പറേറ്റഡ് ബാക്ക് സൈഡ് ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. Then it should be as far as possible centrally located and close the vertical transport system to make way for easy movement of housekeeping materials and equipment. എന്നോട് പറയുന്നത് അതായത് ഇത് കഴിയുന്നിടത്തോളം അത് കേന്ദ്രീകൃതമായിരിക്കും, നോൺ പ്രൈം ഏരിയയിലായിരിക്കും. അതുപോലെ തന്നെ സെൻട്രലി ലൊക്കേറ്റഡ്, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കും. Then vertical transport system, അതായത് എളുപ്പത്തില് പെട്ടെന്ന് തന്നെ ഈ ഹൗസ് കീപ്പിംഗിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ക്ലീനിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകളും എക്യുപ്മെന്റ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട്, പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലായിരിക്കും ഹൗസ് കീപ്പിംഗ് ഹോസ്പിറ്റലുകളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവർക്ക് മീൻസ് അവർക്ക് ഇതുപോലെ എക്യുപ്മെന്റ്സുകളൊക്കെ കൊണ്ടുപോകാനും മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ഒക്കെ പോകാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും നമ്മൾ ഹൗസ് കീപ്പിംഗിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. then അതൊരു നോൺ പ്രൈം ഏരിയയിലുമായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഓർഗാനോഗ്രാം ആണ്. അതായത് ഹൗസ് കീപ്പിംഗിലെ ആ ഒരു ഹൗസ് കീപ്പിംഗിന്റെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. then ഈ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ പൊസിഷൻസുകളെ കുറിച്ചാണ്, ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, then assistant executive housekeeper and floor supervisor, then housekeeping employees. ഇങ്ങനെ 3 തട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെയാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിനെ എന്തെങ്കിലും ലീഡ്സ് ചെയ്യുന്ന വ്യക്തിയാണ്. Then he or she should be able to form, control and develop housekeeping services in the hospital. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസസുകൾ കൺട്രോൾ ചെയ്യുകയും അതിനെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് ഈ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഏറ്റവും ടോപ്പാണ് അല്ലെ. അപ്പൊ അദ്ദേഹമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നതും പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക, സ്റ്റാഫുകളൊക്കെ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. അസിസ്റ്റന്റ് ആണ് ഇദ്ദേഹത്തിന്റെ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. Trained and acquainted with the housekeeping procedures and able to manage housekeeping staff. ഹൗസ്കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക എന്നാണ് ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഫ്ലോർ സൂപ്പർവൈസർ എന്നും പറയാം കേട്ടോ. നമുക്ക് ആ ഒരു ഫ്ലോറില് ആ സ്റ്റാഫുകളെ കൃത്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ സർവീസുകൾ അവർ ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ടും അവർ അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരാണ്?
ഈ ഒരു സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസ് ചെയ്യുന്നത് സ്റ്റാഫുകളെ. ദെൻ ഇനി അതിന്റെ താഴെ വരുന്നതാണ് ഈ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അവിടെയുള്ള എംപ്ലോയീസുകൾ മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ് അല്ലെ. അതായത് ഇൻഎക്സ്പേർട്ട് അധികം എക്സ്പേർട്ടഡ് അല്ലാത്തവരും അതുപോലെ തന്നെ ലോവസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ളവരും ഈ ഒരു ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിൽ ഇൻക്ലൂഡഡ് ആണ്. Must be well familiar with the housekeeping procedures by training and education. അതായത് വിദ്യാഭ്യാസത്തിലൂടെയും എഡ്യൂക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗിലൊക്കെ അവര് എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുമുണ്ട്, അതുപോലെ തന്നെ ലോവസ്റ്റ് പെയ്ഡില് കുറഞ്ഞ സാലറിയില് പിന്നെന്താണ് ഇൻഎക്സ്പേർട്ട് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളും അവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്ന് ഒരു ഓർഗനോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പൊസിഷൻസുകളായിട്ടാണ് പറയുന്നത്. ഏറ്റവും ടോപ്പിലുള്ളതാണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, ദെൻ അതിന്റെ അസിസ്റ്റന്റ് വരും, ദെൻ അതിന് താഴെ എന്താണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. ക്ലിയർ ആണോ 3 വ്യക്തികള്? ഓക്കെ ആണല്ലോ. ദെൻ വായിച്ചു നോക്കുക കേട്ടോ. ലൊക്കേഷൻ വായിക്കണം, ഓർഗാനോഗ്രാം വായിക്കാം. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? വായിച്ചോ ഓർഗാനോഗ്രാമും ദെൻ ലൊക്കേഷൻ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് നോക്കാം. The following facilities and space are needed for housekeeping. അപ്പോൾ ഈ housekeeping ഡിപ്പാർട്ട്മെന്റിന് വേണ്ടുന്ന സൗകര്യങ്ങളും സ്പേസുകളും എന്തൊക്കെയാണെന്ന് പോയിന്റ്സ് ആണ് വായിച്ച് മനസ്സിലാക്കാതെ. ഓഫീസ് ഫോർ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. ദെൻ ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ വർക്കുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വേണം. ദെൻ Office for assistant executive housekeeper desk or office space for supervisor. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിനും അല്ലെങ്കിൽ സൂപ്പർവൈസറിനും ഇരിക്കാനായിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് ഡിസൈറബിൾ ആൻഡ് ദ ഫ്ലോർ സൂപ്പർവൈസർ ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ദയർ കൺസേൺഡ് ഏരിയ ഓഫ് സൂപ്പർവിഷൻ വേർ ദ പേഴ്സണൽ അണ്ടർ ദ വർക്ക്. അതായത് ആ ഒരു വ്യക്തികൾ അല്ലെ ഫ്ലോർ സൂപ്പർവൈസർമാര് അവരുടെ കീഴിലുള്ള ആ ഉദ്യോഗസ്ഥര് ജോലി ചെയ്യുന്ന ആ ഒരു ബന്ധപ്പെട്ട മേഖലയില് അവിടെ തന്നെ അവർക്കൊരു പ്ലേസ് കൊടുക്കണമെന്ന്. അതായത് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ കീഴിലുള്ള സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ഈ സൂപ്പർവൈസറിനുള്ള ഒരു സ്പേസ് കൊടുക്കണമെന്ന്. എങ്കിലേ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗിന്റെ സാധനങ്ങൾ എക്യുപ്മെന്റ്സ് വെക്കാനായിട്ടൊരു സ്റ്റോറേജ് റൂം ആവശ്യമാണ്. ദെൻ സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗിലെ വസ്തുക്കൾ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ക്ലീനിങ് ഡിറ്റർജൻസും അങ്ങനെയുള്ള ലിക്വിഡ്സ് കാര്യങ്ങളും, അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് റൂം വേണം. ദെൻ ഹൗസ് കീപ്പിംഗ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ്സ് ഓർ ഓൺ ഓൾ ഫ്ലോർസ്
throughout this hospital equipped with floor sinks and space shelves for housekeeping equipment. Housekeeping equipment ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫുകളും ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലമാരകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ അലമാരകളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് സപ്ലൈസ് ഫോർ ഡെയിലി യൂസ് ഓൺ ദ ഫ്ലോർസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് it should be delivered to their closets directly. അല്ലേ? അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ഓരോ നിലകളിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഡെയിലി ഉപയോഗത്തിനായിട്ടുള്ള സാധനങ്ങൾ അലമാരകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ഇത്രയുമാണ് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടുന്ന ഫെസിലിറ്റികൾ, സൗകര്യങ്ങളും സ്പേസസും വേണ്ടത്. വായിച്ചു നോക്കുക കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് ഒരു ഹൗസ് കീപ്പിംഗിൽ വേണ്ട ഫെസിലിറ്റികൾ. കംപ്ലീറ്റ് ചെയ്തില്ലേ ഫെസിലിറ്റികള്? Then next one functions. ഇനി നമ്മൾ നോക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The department is accountable for various tasks. The following are some of the functions. എന്തൊക്കെയാണ് ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഡെയിലി ക്ലീനിങ് അല്ലെ, ഡെയിലി വൃത്തിയാക്കല് അവരുടെ ഡ്യൂട്ടിയാണ്. This consists of sweeping, mopping floors, dusting, furniture cleaning, fixture walls, ceiling, windows, bathrooms, empty trash and defrosting refrigerators in nursing station. അപ്പോൾ ഡെയിലി ക്ലീനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സ്വീപ്പിംഗ്, മോപ്പിംഗ് ഫ്ലോർസ്, ഫ്ലോറൊക്കെ തറയൊക്കെ തൂക്കുക, തുടച്ച് വൃത്തിയാക്കണം. ഡസ്റ്റിംഗ്, പൊടികളൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കുക. ഫർണിച്ചറുകൾ, ചെയർസ്, കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ വാൾസ് ക്ലീൻ ചെയ്യുക, സീലിംഗ്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, വിൻഡോസ്, ബാത്റൂംസ് ഡെയിലി ക്ലീൻ ചെയ്യണം. Then empty trash and defrosting. Empty trash ചവറ്റുകുട്ടികളൊക്കെ, empty നിറഞ്ഞിട്ടുള്ള ചവറ്റുകുട്ടികളൊക്കെ എന്ത് ചെയ്യുക, മാറ്റി പുതിയത് വെക്കുക. Then defrosting refrigerators in nursing station. അതായത് ഇപ്പോൾ ലബോറട്ടറിയിലും മറ്റ് ഫാർമസിയിലൊക്കെ ഇതുപോലെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടാകും. അപ്പൊ അതിലെ ഐസുകളൊക്കെ ശരി അതൊക്കെ ഒന്ന് നോക്കി ആ റെഫ്രിജറേറ്റർ ഒക്കെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഇതാണ് ഡെയിലി ക്ലീനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ക്ലീനിങ്, ഇപ്പൊ മോപ്പിംഗ്, ഡസ്റ്റിംഗ്, ഫർണിച്ചറും ബാത്റൂമും ഇതെല്ലാം ഡെയിലി ഉള്ള ക്ലീനിങ് ആണ്. ഇനി പീരിയോഡിക് ക്ലീനിങ്, പീരിയോഡിക് ആയിട്ട്, അതായത് ഡെയിലി അല്ല, ഇപ്പൊ ആഴ്ചയിലോ അങ്ങനെയുള്ളൊരു പീരിയോഡിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പീരിയോഡിക് ക്ലീനിങ്ങില് ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് ഫ്ലോർസ്, ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രാപ്പറീസ്. എന്താണ് പറയുന്നത്? അതായത് ഇവിടെ പറയുന്നത് വിൻഡോസ്, അതുപോലെ തന്നെ എന്താണ് വാക്സിംഗ് ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക.
നോർമലി നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ്. അതുപോലെ തന്നെ ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്, ഏറ്റവും ടോപ്പില് സീലിംഗ് ഒക്കെ എന്ത് ചെയ്യുക, പൊടികൾ മറ്റും തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ തന്നെ ചേഞ്ചിങ് റാപ്പറീസ്, തുണികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം. ഇപ്പൊ നമ്മള് ബെഡ്ഷീറ്റുകള്, ബെഡ് കവറുകള്, അതുപോലെ ടേബിൾ കവറുകള്, അതൊക്കെ എന്ത് ചെയ്യുക, പീരിയോഡിക് ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നോർമൽ ആയിട്ട് ഡെയിലി ക്ലീനിങ് ഉണ്ട്, പീരിയോഡിക് ക്ലീനിങ് ഉണ്ടാവും. ക്ലീൻ ചെയ്യാറില്ലേ? ഡെയിലി നമ്മൾ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കും അല്ലെ? ഡെയിലി അടിച്ചു വാരും, നമ്മൾ പെരയൊക്കെ അല്ലെ, വീടൊക്കെ ഒന്ന് തുടക്കുകയൊക്കെ ചെയ്യും. എങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യും. ചിലപ്പോൾ ഒരു സൺഡേ ആയിരിക്കാം അല്ലെ? സൺഡേ ഒക്കെ ആയിരിക്കും കൂടുതലും. ഇപ്പൊ ജോലിക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സൺഡേ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ചിലവഴിക്കും അല്ലെ? ചിലപ്പോ ഒരു മാസത്തിൽ ഒരിക്കലും ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യും. നമ്മളെല്ലാ സാധനങ്ങളും അടിച്ചു വാരി പുറത്തേക്ക് ഇട്ട് അല്ലെ, ഒരുപാട് മീൻസ് എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യും അല്ലെ? ഇപ്പൊ നമ്മുടെ ഫർണിച്ചറും എല്ലാം നമ്മൾ കട്ടിലും എല്ലാം പുറത്തോട്ട് എന്താ പറയാ, പുറത്തേക്ക് ഇട്ടിട്ട് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ചെയ്യും അല്ലെ? അപ്പൊ അത് ഡെയിലി ക്ലീനിങ്ങിൽ നിന്നും വ്യത്യാസമുണ്ട് അല്ലെ? Then in trash and garbage removal, ഈ ചവറ്റുകുട്ടയും അതുപോലെ വേസ്റ്റുകളും റിമൂവ് ചെയ്യുന്നത്. This include collecting trash and garbage from various points within the hospital and moving them to incinerator dumpster, a very large container for rubbish. ഇൻസിനറേറ്റർ ഡ്രംസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അവർ കത്തിക്കുന്ന ഒരു ഡ്രംസ്റ്റർ ആണ്. അപ്പോ അതിലേക്ക് ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ വേസ്റ്റുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇൻസിനറേറ്റർ ഡ്രംസ്റ്ററിലോട്ട് മാറ്റുന്നു. ഡിസ്ചാർജ് ക്ലീനിങ്, അടുത്തതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. This includes cleaning the patient room after discharge transfer of a patient and making it ready for another patient. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ ആ റൂമിന്റെയും ആ ഫിക്ഷൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മാറ്റി പുതിയ ബെഡും പിലോ കവറും ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നു. ദെൻ റൂമൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നു. ദെൻ എന്താണ് ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ച് ടോയ്ലറ്റ്സും മറ്റും വൃത്തിയാക്കുന്നു. പുതിയ അടുത്ത പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് റൂം ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നു. Then extermination bugs and pests എന്ന് വെച്ചാൽ എന്താ, അതായത് എക്സ്റ്റർമിനേഷൻ, കീടങ്ങളും അതുപോലെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യും, ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കുക. Then preventing spread of infection and ensuring conditions for good patient care. അല്ലെ, പേഷ്യൻസിന് നല്ലൊരു നല്ലൊരു പരിചരണം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ തടഞ്ഞിട്ട് പേഷ്യൻസിന് ഉറപ്പുവരുത്തുന്നതാണ്. അതായത് എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് ക്ലീനിങ് ഒക്കെ ആക്കി വെക്കും, ക്ലീൻ ആയിരിക്കണം എന്ന്. കാരണം ഇൻഫെക്ഷൻസ് ഒന്നും പേഷ്യൻസിന് വരാതിരിക്കാൻ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. നമ്മൾ അതിനെ മീൻസ് അത് അന്തരീക്ഷം മലിനമാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെപ്പോഴും അതിനെ ക്ലീൻ ചെയ്തിരിക്കാം. ഇനി ലാസ്റ്റ് വൺ, വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇനിയിപ്പോ ഹോസ്പിറ്റലുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനെ നനയ്ക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫങ്ഷൻസ് വരുന്നത്. ഡെയിലി ക്ലീനിങ് ചെയ്യണം, പീരിയോഡിക് ക്ലീനിങ് ചെയ്യാം, അതുപോലെ ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ ചെയ്യണം, ഡിസ്ചാർജ് ചെയ്തപ്പോൾ ക്ലീനിങ് ചെയ്യുക, കീടങ്ങളെയൊക്കെ നശിപ്പിക്കുക, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക. ദെൻ വാട്ടർ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നനയ്ക്കും. വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? The next one, types of housekeeping. അതായത് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചു ഇൻ ഹൗസ് സർവീസസ് എന്താണ്, ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഈ രണ്ട് ടൈപ്പ് ഹൗസ് കീപ്പിംഗിന്റെയും കുറച്ച് പ്രത്യേകതകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടേബിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ് ടേബിള്. മനസ്സിലാക്കി പഠിക്കുക, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. കമ്പാരിസൺ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ടേബിൾ പഠിക്കാൻ. ഇപ്പൊ നോക്കാം, ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇൻ ഹൗസ് സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഹൗസ് കീപ്പിംഗ് സേവനങ്ങള്. ഔട്ട്സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ നിന്ന് ഇങ്ങനെ കോൺട്രാക്ട് ഒക്കെ കൊടുക്കുമല്ലോ നമ്മള്, അങ്ങനെ വരുന്നതാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഓരോന്നും വെച്ച് നോക്കാം. ഓരോ എലമെന്റ്സിൽ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഓരോ എലമെന്റ്സ് നോക്കാം. അതില് ഫസ്റ്റ് വൺ നമ്പർ ആണ്. ഇനി എത്ര എണ്ണം ആളുകൾ, തൊഴിലാളികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്പർ ഇൻ ഹൗസ് സർവീസസിലാണെങ്കിൽ ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ അല്ലെ. അതായത് അത് അംഗീകാരം അനുസരിച്ചിട്ട് അനുമതി നമുക്ക് നിശ്ചയിക്കാം, എത്ര ഫിക്സ്ഡ് ആയിട്ടുണ്ട്. ഔട്ട്സോഴ്സിംഗ് ആണെങ്കിലോ ക്യാൻ വേരി ഡിപെൻഡിങ് ഓൺ വർക്ക് ലോഡ്. ഒരുപാട് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആളുകളെ അവർക്ക് നിയമിക്കാം ഔട്ട്സോഴ്സിൽ. ഇനി കൺട്രോൾ, അതിന്റെ കൺട്രോൾ എങ്ങനെയാണെന്ന്, ഇൻ ഹൗസിലാണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കും, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ളതാണല്ലോ. സോ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആണ്. ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് കോൺട്രാക്ടർ ആണ്. ഒരു കോൺട്രാക്ട് ബേസിൽ ഒരു കോൺട്രാക്ടറിന്റെ കീഴിൽ ഇത്രയും തൊഴിലാളികൾ അവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കൺട്രോൾ ആർക്കായിരിക്കും, കോൺട്രാക്ടർ ആണ്. അയാൾ കൊണ്ടുവന്ന തൊഴിലാളികളെ കൺട്രോൾ ചെയ്യുന്നത്. ഡിസിപ്ലിൻ, എങ്ങനെയായിരിക്കും ഡിസിപ്ലിൻ? ഇൻ ഹൗസിലാണെങ്കിലോ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അതായത് ഒരു നീണ്ട ഭരണ പ്രക്രിയ ആയിരിക്കും. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടീവ് മാനേജർ ഉണ്ടാവും, അസിസ്റ്റന്റ് ഉണ്ടാവും, അങ്ങനെയുള്ളവരുടെയൊക്കെ കീഴിലുള്ള മേൽനോട്ടമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഔട്ട്സോഴ്സിലാണെങ്കിലോ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസസ് ക്യാൻ വേരി. ജീവനക്കാരും മാറിക്കൊണ്ടിരിക്കും. സ്ഥിരം ഒരു വ്യക്തികളായിരിക്കില്ല, കോൺട്രാക്ട് ബേസിൽ കൊണ്ടുവന്നവരായിരിക്കുമല്ലോ. അപ്പോ അതുപോലെ തന്നെ സേവനത്തിന്റെ നിലവാരം അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കാം. സോറി, ഞാൻ വായിച്ചത് മാറിപ്പോയി. റെസ്പോൺസിബിലിറ്റി അല്ലേ പറഞ്ഞത്, കോൺട്രാക്ടർ ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിൽ ഒരുപാട് ഇങ്ങനെ ഹോസ്പിറ്റലിലാവുമ്പോ മാറിപ്പോയി. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് താഴ്ന്നതാണ് വായിച്ചത്. ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അല്ലേ? ഓക്കെ ഓക്കെ, ക്ലാസ്സിലെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ദെൻ ഓക്കെ, അപ്പോ നമ്മൾ കൺട്രോൾ അല്ലേ പറഞ്ഞത്? അല്ല, ഡിസിപ്ലിൻ. ഓക്കെ, അപ്പൊ ഡിസിപ്ലിൻ പറഞ്ഞത് ഇൻ ഹൗസിലാണെങ്കിൽ എന്താണ്, ഒരു ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. ഇതുപോലെ എക്സിക്യൂട്ടീവും അസിസ്റ്റന്റും അങ്ങനെയുള്ളവരുടെ ഒരു നീണ്ട ഭരണമായിരിക്കും. പക്ഷെ ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറൊക്കെ ആയിരിക്കും. അയാൾ കൊണ്ടുവന്നിരിക്കുന്ന തൊഴിലാളികളാണല്ലോ. സോ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? കോൺട്രാക്ടർക്കാണ്. ഇനി കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫിന്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെയാണെന്ന്. ഇൻ ഹൗസിലാണെങ്കിൽ അഷ്യൂർസ് ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. സ്ഥിരമായിട്ടുള്ള കുറച്ച് എംപ്ലോയീസ് ആയിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ അവിടെ നിയമിച്ചിരിക്കുന്നതായിരിക്കും. സോ അവര് സ്ഥിരമായിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും. ദെൻ ഔട്ട്സോഴ്സിലാവുമ്പോൾ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. അതായത് കോൺട്രാക്ട് ബേസിലായതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു സ്ഥിരമാണെന്നില്ല. ചിലപ്പോ ഒരു കോൺട്രാക്റ്റിൽ ഇപ്പൊ ആ ഒരു ജോലിക്ക് വേണ്ടി ഇത്ര മാസത്തേക്കായിരിക്കും ആ എംപ്ലോയീസിനെ അവർ വെച്ച് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എന്താ പറയാ, ഒരു സ്ഥിരമായിട്ടുള്ള തൊഴിലാളികളൊന്നും ആയിരിക്കില്ല. ദെൻ ലീവ് അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ഇൻ ഹൗസിലാണെങ്കിൽ ലീവ് റിലീഫ്, നോ ലീവ് റിലീഫ്, ഇങ്ങനെ ലീവില് വലിയ റിലീഫ് ഒന്നും ഇല്ല. ദെൻ ഔട്ട്സോഴ്സിലാവുമ്പോൾ കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ് ഒക്കെ ഉണ്ട്, അവധിയൊക്കെ കൊടുക്കുന്നുണ്ട്. Then specified in the term of reference. ഇപ്പൊ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ഉണ്ടാവല്ലോ, അതനുസരിച്ചുകൊണ്ട് കോൺട്രാക്റ്റിലാണെങ്കിൽ എന്തൊരു അവര് ലീവ് കൊടുക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബിനെ കുറിച്ചാണ് എന്താണെന്നാണ്. ഇൻ ഹൗസിൽ ആസ് laid down by authorities അല്ലെ, അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമാണ് അവിടെ വർക്ക് നടക്കുന്നത്.
അധികാരികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടോപ്പ് എക്സിക്യൂട്ടീവ്, എന്താണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള അസിസ്റ്റന്റ്, അവരുടെയൊക്കെ നിയമപ്രകാരം അവർ പറയുന്നത് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഔട്ട്സോഴ്സ് സർവീസസിലാണെങ്കിലോ ആസ് പെർ ടേംസ് ആൻഡ് റെഫറൻസ് ഫോർ കോൺട്രാക്ട്, കോൺട്രാക്ടർ പറയുന്ന ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ടാണ് എന്ത് വർക്ക് ചെയ്യേണ്ടത്. then ensuring quality, ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ഇങ്ങനെയാണെന്ന്. ഇൻ ഹൗസിലാണെങ്കിൽ അറ്റ് എ ടൈം ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, അല്ലെ, ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ക്വാളിറ്റിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ഔട്ട്സോഴ്സിലാണെങ്കിലോ deliverable should be clearly spelled out the involved penalties for poor performance. കരാർ എഴുതുമ്പോൾ അവർ അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം അവരുടെ ആ ഒരു എന്താ പറയാ ഡെലിവറി എങ്ങനെയുള്ള വർക്കാണ് അവർ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ആർക്കും ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ടും ആ ഒരു ദിവസത്തിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ പെനാലിറ്റീസ്, അവരുടെ പെർഫോമൻസ് മോശമാണ്, അവര് പറഞ്ഞ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു കരാറില്ല, ചിലപ്പോൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കോൺട്രാക്ട് ഒക്കെ ഇരിക്കും. സോ അത് ആ ഒരു അവര് പറഞ്ഞ ടൈമിൽ അവർ ചെയ്തില്ല എങ്കിൽ പെനാലിറ്റീസുകളൊക്കെ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് ഇൻസോഴ്സ് ആൻഡ് ഔട്ട്സോഴ്സിനെ കുറിച്ച് പറയുന്നത്. കമ്പാരിസൺ ചെയ്ത് പഠിച്ചാൽ മതി, ഹാർട്ട് ഒന്ന് പഠിക്കേണ്ട. ഓരോന്നും നമ്പർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ആരാണ്, കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് വെച്ച് തന്നെ കുറെയൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ട്. കയറിയില്ലേ? കയറിയോ? ഇല്ലേ? ചില പോയിന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ട് എല്ലാവരുടെ. നമ്മൾ ഇനി പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. പിന്നെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ ഇനി പഠിക്കാനായിട്ടുള്ളൂ, അല്ലെ? അത്രയും എന്താ പറയാ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ അത്രയും മാക്സിമം ഒരുപാട് ഞാൻ അതിന് വലിച്ചു വാരിയിട്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ടെക്സ്റ്റിൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ഞാൻ പറയാറ് നിങ്ങളോട്. പെട്ടെന്ന് ഒരുപാട് ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എങ്ങനെ പഠിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് എന്ത് കാര്യങ്ങളും ഞാൻ പറയാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കാറ്. കിട്ടാറുണ്ടോ? ഇല്ലേ? ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാര്യമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, അല്ലെ? നമുക്ക് ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ, അല്ലെ? അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാക്സിമം നമുക്ക് ടൈം എന്താ പറയാ ഒരുപാട് ടൈം എടുക്കാതെ എങ്ങനെ എളുപ്പം പഠിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇപ്പൊ പറയാറായി. സോ ഒന്ന് വായിച്ചു നോക്കുക. അധികം നമ്മൾ എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞപ്പോ തന്നെ ശ്രദ്ധിച്ചിരുന്നവർക്ക് എന്താണ് മനസ്സിലായിട്ടുണ്ട്, പദ്ധതി നിങ്ങളുടെ മനസ്സിലോട്ട് കയറിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഓരോ ക്ലാസ്സിലും ഞാൻ എന്താ പറയാ പദ്ധതി ഒരു 50% നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകുക എന്ന് പറയുന്നത് നമ്മുടെ ആ ക്ലാസ് കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ഇപ്പോ എന്താ ഓരോരുത്തരും നിങ്ങളിപ്പോ കാണുന്നില്ല, അല്ലെ? ടീച്ചേഴ്സിനെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഓരോരുത്തരും ഏത് സിറ്റുവേഷനിൽ ഇരുന്നാണ് ക്ലാസ് കേൾക്കണമെന്ന് നമുക്കറിയില്ല. പലവരും ചിലപ്പോ ക്ലാസ് കേൾക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് ചിലപ്പോ ഒരു ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിലും പോലും ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും ഈ കൂട്ടത്തില്, അല്ലെ? പല സിറ്റുവേഷനിൽ നിങ്ങൾ പോയിട്ട് നമ്മുടെ ക്ലാസ് മിസ്സാവാതിരിക്കാനായിട്ട് കേൾക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ പുറമെ എന്താണ് ചിലപ്പോ ക്ലാസ് വെച്ചുകൊണ്ടിരുന്ന ഉച്ച സമയമാണല്ലോ, അത്യാവശ്യം ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുമല്ലോ, അങ്ങനെ കേട്ടിരിക്കുന്നവരും ഉണ്ടാകാം. സോ ക്ലാസ് എത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ ആ ക്ലാസ്സുകൾ ഉണ്ടാകും ഓരോ ടീച്ചേഴ്സിന്റെയും. ദെൻ ജോലി ചെയ്യുന്നവരുണ്ട്, ഒക്കെ അറിയാം. ദെൻ റെക്കോർഡ് ക്ലാസ് കാണുന്നവര്, സോ റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റത്തെ എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തതല്ലേ, ചിലപ്പോ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ പഠിക്കാതെ തന്നെ ചിലപ്പോ നിങ്ങൾ ആ ഒരു ഏരിയ ആ ഭാഗം തൊട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ ഇത് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു അനുഭവം വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്കി കുത്തി ഗസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒരാൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാകും, ഇല്ലേ? കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഒന്നും പഠിക്കാതെ, അല്ലെ? നിങ്ങൾ ചിലപ്പോ ആ ഏരിയയിൽ നിങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ടാവൂല, തൊട്ട് നോക്കിയിട്ടുണ്ടാവൂല, അല്ലെ? പക്ഷെ എവിടെയോ ഏതോ ടീച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങളൊന്ന് കറക്കി കുത്തിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ കറക്കി കുത്തുന്നതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ്? മനസ്സിൽ എവിടെയോ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം, അല്ലെ? നമ്മൾ പുസ്തകത്തിൽ നോക്കി പഠിച്ചില്ലെങ്കിൽ മനസ്സിലുണ്ട്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. പറഞ്ഞപ്പോ ഇങ്ങനെ എത്രയും പറഞ്ഞുള്ളേ. അപ്പൊ മാക്സിമം നമ്മൾ ക്ലാസ്സിൽ ഇരുന്നോണ്ട് തന്നെ ഒരു 50% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എല്ലാ ക്ലാസ്സിലും എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയല്ലേ ക്ലാസ് എടുക്കാറ്? മാക്സിമം റിപ്പീറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള ഡ്യൂട്ടി ആണെങ്കിൽ ഒരുപാട് എന്താ പറയാ തേർഡ് ഫോർത്ത് വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെ? ലെങ്തി ആയിട്ടുള്ളതുണ്ട്, ചെറുതുണ്ട്, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചാപ്റ്റേഴ്സുകൾ
എഫോർട്ട് എടുക്കേണ്ടടുത്ത് നമ്മൾ തന്നെ നന്നായിട്ട് എഫോർട്ട് എടുക്കണം. മാക്സിമം ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ട്സും ഉണ്ട്. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇടയ്ക്ക് ഒരു സിമ്പിൾ വേണ്ടേ? നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വലിയ ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിലാക്സേഷന് വേണ്ടിയിട്ട് സിമ്പിൾ ചാപ്റ്റർ എടുത്തു എന്ന് മാത്രം. ഏകദേശം നമ്മുടെ പോർഷൻസ് ഒക്കെ ഇനി കുറച്ച് ചാപ്റ്റേഴ്സുകളൊക്കെ ഉള്ളൂ. ഹെൽത്ത് ഇന്നൊരു അല്ലെ ചെറിയൊരു എന്താ പറയാ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അധികം എപ്പോഴും എടുക്കണ പോലെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണോ പറയുന്നത്? എനിക്ക് അധികം വോയിസ് സൗണ്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റണില്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കമ്പയർ ചെയ്ത് പഠിക്കണം. അവിടെ അത് പഠിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് നമ്മളൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾ മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ അതിനെ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുമല്ലോ, അത് മതി. ലൈഫ് ഹാർട്ടൊന്നും പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാറില്ല. ആരെയും ഞാൻ അങ്ങനെ എന്താ പറയാ മനസ്സിലാക്കി പഠിക്കാം മാക്സിമം. നമ്മൾ ഒരിക്കലും മറക്കില്ല. ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി വന്നാല് 1 വീക്കോ 2 വീക്കോ നമ്മുടെ മനസ്സിലത് നിൽക്കോളും. അതിലുപരി അത് നിൽക്കില്ല. നമുക്ക് മാക്സിമം 21 days ആണ് നമ്മള് ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് സൂക്ഷിക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ 21 days ആണ്. വായിച്ചു കംപ്ലീറ്റ് ചെയ്തു. ടേബിള് ക്ലിയർ ആണോ? ടേബിൾ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇൻ ഹൗസ് സർവീസും ദെൻ ഔട്ട്സോഴ്സ് സർവീസും. നെക്സ്റ്റ് ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കംസ് അല്ലെ, എന്തൊക്കെയാണ് അതിന്റെ ഔട്ട്കംസുകൾ എന്ന്. എന്തൊക്കെയാണ് ഔട്ട്കംസ്? നല്ല ഔട്ട്കംസ് ഉള്ളായിരിക്കില്ലേ നല്ലൊരു ഹൗസ് കീപ്പിംഗ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായെങ്കിൽ? ഇമ്പോർട്ടന്റ് ആണ്, സൈഡിൽ മാർക്ക് ചെയ്തോളൂ. ആ പോയിന്റ്സുകൾ പഠിക്കണം. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ അവോയ്ഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലിൽ എപ്പോഴും നമ്മൾ പറഞ്ഞു ഡെയിലി ക്ലീനിങ് ഉണ്ട്, പീരിയോഡിക് ക്ലീനിങ് ചെയ്യുന്നുണ്ട്, അല്ലാതെയുള്ള മറ്റ് ടൈപ്സ് ക്ലീനിങ്സ് അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറില്ലേ എപ്പോഴും ക്ലീനിങ് തൊഴിലാളികൾ അല്ലെ, ക്ലീനിങ് സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ലേ? നമ്മൾ നിൽക്കുന്ന ഇപ്പൊ നമ്മള് ഡോക്ടറെ കാണാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ എപ്പോഴും അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും നീറ്റ് ആയിരിക്കും എല്ലാ ഹോസ്പിറ്റലുകളും. ദെൻ അത് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും ഇൻഫെക്ഷൻ ഇല്ലാതാക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് അല്ലെ. അപ്പൊ അതിനാൽ തന്നെയാണ് നമ്മൾ കോവിഡ് വന്ന ടൈമിലാണ് എല്ലാവരും മാസ്ക് ഒക്കെ വെക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ എന്താണ്, ആ കോവിഡിന്റെ ഒരു പേടി മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും ആളുകൾ ഇപ്പൊ മാസ്ക് ഒന്നും വെക്കുന്നില്ല, ഇപ്പൊ പഴയപടിയാണ്. പക്ഷെ വീണ്ടും എന്താണ് കോവിഡ് പോലത്തെ പുതിയ പുതിയ വൈറസ് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ വീണ്ടും ആളുകൾ മാസ്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്താ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ മാസ്ക് വെക്കാൻ നോക്കാം മാക്സിമം. ഓക്കെ, വെക്കാറുണ്ടോ നിങ്ങള്? ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഇൻ കേസ് നമുക്ക് ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലോ ഹോസ്പിറ്റലിൽ എപ്പോഴും മാസ്ക് യൂസ് ചെയ്യാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പല രീതിയിലുള്ള അണുക്കളുകള് അതുപോലെ ഇൻഫെക്ഷൻസുകളൊക്കെ ഒരുപാട് ഉണ്ടാകും. അത് ഏത് രീതിയിലാണ് അഫക്ട് ചെയ്യണതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഒരു എന്താ പറയാ സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവുക. സോ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, മാസ്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ കട്ടയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. കട്ടയിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്നാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു എന്ന്. എങ്ങനെയാണ് പറയുന്നത്?
ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. അതായത് എന്താണ്, ഹോസ്പിറ്റല് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ്, അസുഖങ്ങളൊക്കെ കുറയും അല്ലെ. അപ്പൊ നമുക്ക് അവിടെ അധികം സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Then റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ അല്ലെ, അതായത് മെഡിക്കൽ ചിലവ് കുറവ് വരുന്നു. അതായത് എന്താണ്, നമുക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ല, അതിനാൽ തന്നെ മെഡിക്കൽ ചിലവും നമുക്ക് വരുന്നില്ല. Then cutting patient suffering, രോഗിയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. അതായത് ഇതുപോലെ അസുഖങ്ങളൊക്കെ വരാതിരിക്കുക, നല്ല ക്ലീൻ ആയിരിക്കുക. ഇപ്പൊ നമ്മൾ ചിലയിടത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കണം എന്നില്ല, ചില എവിടെയെങ്കിലും ഒരു ഹോട്ടലിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ പുറത്ത് പോകുമ്പോഴേ കട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡക്ഷൻ മീൻസ് റിഡ്യൂസ് ചെയ്യാണ്, കുറയ്ക്കാന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. കട്ടയും കുറയ്ക്കുക എന്നുള്ളതാണ്, മാക്സിമം ഇല്ലാതാക്കുക. അതായത് ഇപ്പോ എന്താണ്, അണുക്കള ഇൻഫെക്ഷനെ കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ എന്താണ്, മറ്റൊരു ഹോസ്പിറ്റലിൽ തന്നെയല്ല, നിങ്ങളിപ്പോ ഏതെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഒരു കട ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി കഴിക്കുക, അവിടെ നമ്മൾ ചെന്ന് കയറുമ്പോ തന്നെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കണം, ഒരു നീറ്റ്നെസ്സും ഇല്ല. കിച്ചണും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഏരിയയും ടേബിളും അതുപോലെ തന്നെ എന്താണ് ടോയ്ലറ്റ്സ് ഒക്കെ ഭയങ്കര വൃത്തികേടാണെങ്കിൽ നമുക്ക് മനസ്സിനും ഒരു ഇതുണ്ടാവില്ല അല്ലെ. നമുക്ക് അവിടെ എന്തെങ്കിലും അസുഖം വരും എന്ന് പറയാറില്ലേ, നമ്മള് എന്തെങ്കിലും അസുഖം വരും എന്ന് പറയാറില്ലേ, നോർമലി കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും പറയുന്നതാണ് അല്ലെ. ഇവിടേക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ടോയ്ലറ്റ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ വരും എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് നീറ്റ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ സഫറിങ് അല്ലെ, ആ രോഗിയുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു. Then intensity is public relation അല്ലെ, intensity പബ്ലിക് റിലേഷൻ തീവ്രമാക്കുന്നു, അതായത് പബ്ലിക് റിലേഷൻ കൂട്ടുന്നു. പബ്ലിക് റിലേഷൻ പഠിച്ചോ നിങ്ങൾ? ചാപ്റ്റർ എടുത്തായിരുന്നോ? എടുത്തോ? പബ്ലിക് റിലേഷൻ എടുത്തു, കംപ്ലീറ്റ് ചെയ്തോ ചാപ്റ്റർ? അപ്പോ അതിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഹോസ്പിറ്റൽ നല്ലതാണ്, അവിടുത്തെ സേവനങ്ങള്, അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും നല്ലതാണെങ്കിൽ ആ പബ്ലിക് റിലേഷൻ അവിടെ കൂട്ടുന്നു എന്ന് പറഞ്ഞു. എല്ലാം നല്ലതാണെങ്കിൽ അല്ലെ, കംപ്ലൈൻസ് കുറവാണെങ്കിൽ ഇല്ലേ, ഓർമ്മയുണ്ടോ കുറെ പോയിന്റ്സുകളൊക്കെ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? കംപ്ലൈൻസ് ലെസ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് റിലേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് ആണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഒക്കെയാണ് എങ്കിൽ അത് പബ്ലിക് റിലേഷനെ കൂടി മീൻസ് ആ പബ്ലിക് റിലേഷനെ സ്ട്രോങ് ആക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു ഭയങ്കര ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മറ്റേക്ക് നിങ്ങളൊരു ഹോട്ടലിൽ കയറി എന്ന് വിചാരിക്കാം. അപ്പോ എപ്പോഴും ഹോസ്പിറ്റലിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതുള്ളൂ. അപ്പോ ഒരു ഹോട്ടലിൽ കയറി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അപ്പൊ അവിടെ ഭയങ്കര നീറ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ടോയ്ലറ്റ്സ് ആണെങ്കിലും ബാക്കി നമ്മൾ ഇരിക്കുന്ന ഏരിയകളാണെങ്കിലും എല്ലാം ഭയങ്കര നീറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നല്ലൊരു എന്താ പറയാ ഒരു ഫീലിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് മറ്റുള്ളവരോട് നമ്മൾ പറയും, ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി, എന്തൊരു നീറ്റ് ആണെന്ന് അറിയോ അല്ലെ, ഭയങ്കര എപ്പോഴും ക്ലീനിങ് ആണ് കേട്ടോ, ടോയ്ലറ്റ്സ് ആണെങ്കിലും എല്ലാ ഏരിയകളും ഭയങ്കര നീറ്റ് ആണെന്ന് നമ്മൾ പരസ്പരം പറയും. മറ്റുള്ളവരോട് പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ടോ? ചീത്തയാണെങ്കിൽ മാത്രം പറയുള്ളൂ, ബാഡ് ആണെങ്കിൽ മാത്രമാണ് പറയുന്നത്. അങ്ങോട്ട് പോകും കേട്ടോ. ബാഡ് ആണെങ്കിലും നമ്മൾ പറയും ഇല്ലേ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ പറയാറില്ല പരസ്പരം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട്, എന്താണ്, രണ്ടും പറയും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലത് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പറയാറുണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഇതുപോലെ പബ്ലിക് റിലേഷൻ അത് എന്താണ് തീവ്രത, ആ ഒരു ഇന്റൻസിറ്റി തീവ്രത കൂട്ടുന്നത്. നല്ലൊരു ഹൗസ് കീപ്പിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോടൊപ്പം പറയാനായിട്ടൊക്കെ തുടങ്ങും. Then increase popularity എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ജനപ്രീതി വർദ്ധിക്കും. നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ റെപ്യൂട്ടേഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. Then more visit of patients, കൂടുതൽ പേഷ്യൻസുകൾ വരാൻ തുടങ്ങും. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കാനും ചാൻസ് ഉണ്ട്. ഇത്രയുമാണ് നല്ലൊരു ഹൗസ് കീപ്പിങ്ങിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അവിടെ ക്ലീനിങ്ങും നീറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫലങ്ങൾ ഔട്ട്കംസ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഓക്കെ, വായിച്ചു നോക്കാം, സൈഡിൽ മാർക്ക് ചെയ്തോളൂ.
പോയിന്റ്സുകളാണ്. ഡീറ്റെയിലായിട്ടൊന്നുമില്ല, ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. ഇനി അടുത്തത് വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്. ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ രോഗികളുടെ ഓരോ പേഷ്യൻസിന്റെ മുറികളിൽ എന്താണ് ഒരു അണുവിമുക്തമായിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ഒരു ഹൗസ് കീപ്പർമാർ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ഫോമാണ്, ഫോമല്ല ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ ഓരോ ഏരിയകളും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഏരിയകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. തന്നെ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈഡുകൾ ടിക്ക് ചെയ്ത് പോകും. നമ്മൾ സാധാരണ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുമല്ലോ, അതുപോലെ തന്നെ അതാണ് ഇവിടെ വരുന്ന ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. A hospital's housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient room and avoid spread of hospital acquired infections. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് തുടങ്ങി ഇൻഫെക്ഷൻ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. വായിക്കാം, നിങ്ങൾ വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യണേ. A hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in a patient rooms and avoid the spread of hospital acquired infection. അതായത് പേഷ്യൻസിന്റെ മുറികളിൽ അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് അവരൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഒരു ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത്. Then the checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedures. അതായത് ഒരു SOP ഫോമില് ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ ഓരോ സെക്ഷനിലെയും ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. such as high touch surface, room zoning and cleaning parts, അല്ലെ? ഹൈ ടച്ച് സർഫേസുകൾ, റൂം സോണിങ്, ഓരോ റൂമുകള്, അതുപോലെ തന്നെ ക്ലീനിങ് പാർട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളൊരു SOP ഫോമില്, അതായത് ഒരു ചെറിയൊരു എവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അത് നോക്കിയിട്ട് അവരത് ടിക്ക് മാർക്ക് ചെയ്തിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. വിത്ത് സേഫ്റ്റി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ്കീപ്പേഴ്സ് ക്യാൻ ഈസിലി, അപ്പൊ അതുപോലെ തന്നെ സുരക്ഷാ സംസ്കാരങ്ങൾ എളുപ്പത്തിൽ അവർക്ക് പെട്ടെന്ന് സേഫ്റ്റി ആയിട്ടുള്ള സുരക്ഷ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഹൗസ് കീപ്പിംഗിലൂടെ. ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടേക്കാണ് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റിലൂടെ മനസ്സിലാക്കിയിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ ചെക്ക് ലിസ്റ്റ്.
വായിച്ചു. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഓരോ റൂംസിന്റെ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. പേഷ്യന്റ് റൂം ക്ലീനിങ്, പേഷ്യന്റ് ബാത്റൂം ക്ലീനിങ് എങ്ങനെയാണ്, അതുപോലെ ടെർമിനൽ ക്ലീനിങ്, ഡെയിലി ഹൗസ് കീപ്പിംഗ് ക്ലീനിങ്. ഓരോ റൂംസിലെ ക്ലീനിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അത് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ. ചെക്ക് ലിസ്റ്റ് വരെ മതിയിൽ നിന്ന് ജസ്റ്റ് നമ്മൾ എടുത്തത്ര ഒന്ന് വായിച്ചു നോക്കണേ. ഫസ്റ്റ് തുടങ്ങി ഒന്ന് എടുത്തത്ര ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. ചാപ്റ്ററിന്റെ ആദ്യം തുടങ്ങി ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്തത്ര ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ റൂംസ് ഒക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ ഓരോ ഏരിയകൾ ക്ലീൻ ചെയ്ത ഏരിയകൾ ഏതൊക്കെയാണ് എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ നേരെ ഇന്ത്യയിൽ ടിക്ക് മാർക്ക് ഒക്കെ ചെയ്ത് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ടും എവിടെയൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്തത് അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനുള്ളത് എവിടെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഓക്കെ. നോർമലി നമ്മളെപ്പോഴും ഇപ്പോ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പൊ അതിനൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എവിടെയൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്തത്, ചെയ്യാത്തത് എവിടെയൊക്കെയാണ് എന്നുള്ളൊരു മോഡൽ. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താണ് ആ ഒരു പേഷ്യന്റ് ക്ലീനിങ് ചെക്ക് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് നോക്കുക കേട്ടോ. ആ ചെക്ക് ലിസ്റ്റില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സോട് കൂടിയൊക്കെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ളതേ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തായിരുന്നോ? എടുത്തിട്ടില്ലല്ലോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിരിക്കും എടുക്കുന്നത് മിസ്. ദെൻ ഇനി കുറച്ച് ചാപ്റ്റേഴ്സുകൾ കൂടിയല്ലേ ഉള്ളൂ എടുക്കാനായിട്ട്. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടോ പെൻഡിങ്? ഏകദേശം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിയാറായി അല്ലെ. എക്സാം ഒക്കെ വരാറായി. നന്നായിട്ടൊക്കെ പഠിക്കുക അല്ലെ. 6 month കോഴ്സ് അങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് ആവാറായി. ഇതൊന്നും ഞാൻ ഏകദേശം ഒരു 3rd 4th മൊഡ്യൂളിലല്ലേ ഞാൻ നിങ്ങൾക്ക് കയറിയത്. പെട്ടെന്നല്ലേ വന്നത് അല്ലെ. ഓക്കെ. അങ്ങനെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോ നന്നായിട്ട് പഠിക്കാൻ സമയം കണ്ടെത്തണം. ഓക്കെ. ഓക്കെ. താങ്ക് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ അതുവരെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ.